സുരേഷും JP സാറുമാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ദുരിതം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സ്റ്റോണിന്റെ കംപ്ലൈന്റ്. എൻ്റെ കിഡ്നിയിൽ 10 mm 4 കല്ലുണ്ട്. ഞാനിതിന്റെ വേദനയും അനുഭവിച്ച് ഒരു 1.5 വർഷത്തോളം മരുന്നുകളൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ അതിൻ്റെ കൂടെ തന്നെ എനിക്കിപ്പോൾ 50 വയസ്സായി. ഈ 50 വയസ്സായ ഒരാൾക്ക് വരാൻ പാടില്ലാത്തൊരു അസുഖം കൂടി എനിക്ക് വന്നു. ഞാനത് ഓപ്പറായിട്ട് പറയുകയാണ്, പ്രോസ്റ്റേറ്റിന്റെ കംപ്ലൈന്റ് കൂടി വന്നു. ഇത് രണ്ടും കൂടി ആയ സമയത്ത് ഈ സ്റ്റോണിന്റെ വേദനയും പ്രോസ്റ്റേറ്റിന്റെ വേദനയും രണ്ടും ഒരുമിച്ചാണ് എനിക്ക് വന്നത്. ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, സമാധാനമില്ല. അങ്ങനെ കിംസ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞു. രണ്ടും കൂടി ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 4 ലക്ഷം രൂപയാണ് ഫീസ് പറഞ്ഞത്. അത് ഞാൻ പേശി അവസാനം ഒരു 3.40 എത്തിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാളെയാണ് എനിക്ക് ഓപ്പറേഷൻ വരുന്നത്. അതിൻ്റെ തലേ ദിവസം JP സാറും എൻ്റെ സുഹൃത്തും കൂടി, സന്തോഷ് സാറും ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത്, അവരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചിട്ട് ഒരു 3 ആഴ്ച നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ പറയും, ഇന്നതിന് ശേഷം നിങ്ങൾ ഓപ്പറേഷന് പോയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഇപ്പം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഒരു 3 ആഴ്ച കൊണ്ട് സാർ സമയം തരുന്നത്. എനിക്ക് പെയിൻ കില്ലർ തന്നു. ആ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ വാട്ടർ എനർജിപ്പാട് വെള്ളം ഒരു ദിവസം 3-3.5 ലിറ്റർ കുടിക്കാൻ തുടങ്ങി. ലിസ്റ്റ് ബാൻഡ് കൈ കെട്ടി മാട്രസ് കിടന്നു. 20ാമത്തെ ദിവസം ഞാൻ നേരെ ബാത്റൂമിൽ പോയി. വൈകിട്ട് ഒരു 7 മണിക്ക് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ചു. ക്ലോസറ്റും ബാത്റൂമും നിറച്ചും രക്തം, ബ്ലഡായിരുന്നു. ആകെ ഞാൻ ബോധം കെട്ട് വീണു. നേരെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കല്ല് പൊടിയാനുള്ള മരുന്ന് ഞാൻ തന്നിട്ടില്ല, പെയിൻ കില്ലർ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഷർ കൂടിയിട്ട് ബ്ലഡ് പോകണം, നിങ്ങൾ മൂക്കിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ യൂറിനായിട്ട് പോകും, അതാണ് നിങ്ങൾക്ക് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, 1-2 സുഹൃത്തുക്കളെ വിളിച്ചു. അവരോട് ചോദിച്ചു എന്തെങ്കിലും സ്റ്റോണുള്ള ആളുകളോട്. അപ്പം അവർ പറഞ്ഞു, അത് നിന്റെ സ്റ്റോണ് പോയത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, CT സ്കാൻ എടുത്തു പറഞ്ഞു. അങ്ങനെ ഞാൻ CT സ്കാൻ എടുത്തു. 21ാമത്തെ ദിവസം പോയി CT സ്കാൻ എടുത്തു. എൻ്റെ കിഡ്നിയിൽ ഒറ്റ സ്റ്റോൺ പോലും ഇല്ല. പറയണം. കാരണം ഞാൻ അതിൻ്റെ ദൈവത്തിനോട് നന്ദി പറയുന്നതിനുള്ളിൽ JP സാറോട്, സന്തോഷ് സാർ, സുരേഷ് സാറ്, ഇവരോട് ഇന്ന് ഞാൻ കഷ്ടപ്പെടാൻ പറ്റും. കാരണം ഞാൻ ആ സമയത്ത് ഈ അസുഖം വന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാൻ പ്രീമിയം കട്ടായി. കാരണം 1 വർഷം അടച്ചിട്ട് ഒരു അസുഖം വന്നില്ല. പിന്നെ എന്തിനാ അടയ്ക്കുന്നതിന് ശേഷമാണ് എനിക്ക് ഈ അസുഖം വരുന്നത്. അത് പലരുടെ അടുത്തുനിന്നും പൈസയൊക്കെ റോൾ ചെയ്തിട്ടാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി അടയ്ക്കാൻ വേണ്ടി വെച്ചത്. അത് എനിക്കൊരു വലിയൊരു അനുഗ്രഹമായി മാറിയുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്ക് എന്ന് പറഞ്ഞത് 22.957 ആയിരുന്നു. അതിൻ്റെ റിസൾട്ടൊക്കെ ഇല്ലാത്തൊരു സ്കാൻ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. ആർക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ 21ാമത്തെ ദിവസം ആകുമ്പോൾ ആ പ്രോസ്റ്റേറ്റിൻ്റെ വീക്ക് എനിക്ക് 5.27 ആയിട്ട് കുറഞ്ഞു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ദൈവതുല്യമായ ഒരു പ്രൊഡക്റ്റ് ആരും ഇവിടെ ഉപേക്ഷിച്ച് പോകരുത്. വന്നവരെല്ലാം ഇത് വാങ്ങുക, ഉപയോഗിക്കുക, അതിൻ്റെ റിസൾട്ട് കിട്ടുക. നിങ്ങൾ മറ്റു ദുരിതം അനുഭവിക്കുന്നവരോട് പറയുക, അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. താങ്ക് യു.